നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് 1000 ബിലോ കാലറിയിൽ എടുക്കാവുന്ന ഒരു ഡയറ്റും എന്നാൽ നല്ലോണം ന്യൂട്രീഷൻ റിച്ച് ആയതും അതേപോലെ നമുക്ക് ഉച്ചയ്ക്ക് കുറച്ച് ചോറൊക്കെ കഴിച്ചുകൊണ്ട് റിലാക്സ്ഡ് ആയിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡയറ്റ്, വെയിറ്റ് റിഡക്ഷന് വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ ഡയറ്റ്. ആ പ്ലാനാണ് ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെടും. കാരണം ഹോസ്റ്റലേഴ്സ് ഉൾപ്പെടെയുള്ളവർക്ക് ചോറ് ഉച്ചയ്ക്ക് കഴിക്കാതെ ഒരു പക്ഷേ സാഹചര്യം അവരെ അനുവദിക്കുന്നുണ്ടാവില്ല. സോ അങ്ങനെയുള്ളവർക്കും ചോറ് കഴിക്കാനും മീൻകറി കഴിക്കാനൊക്കെ താല്പര്യമുണ്ട്, അത് സാധിക്കുന്നില്ല, ഡയറ്റിലിരുന്നു കൊണ്ട് സാധിക്കുന്നില്ല എന്ന് പറയുന്നവർക്കും ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സൂപ്പർ ഡയറ്റ് പ്ലാനാണ്. കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ റിസൾട്ട് ഉണ്ടാവും. നിങ്ങൾ ഒരു ഓവർ ഈറ്റിംഗ് ഹാബിറ്റ് ഉള്ള ഒരാളാണെങ്കിൽ ഒരു സ്ട്രക്ചറുള്ള ഒരു വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാനിലോട്ട് സ്വിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ റിഡക്ഷൻ കിട്ടും. ഇതൊരു അൺഹെൽതി റിഡക്ഷൻ അല്ല, നിങ്ങൾ ഒരു കാര്യം മാത്രമേ ചെയ്യുന്നുള്ളൂ, ഒരു ഹെൽത്തി ഹാബിറ്റിലോട്ട് മാറുന്നു എന്നുള്ളത് മാത്രം. സോ ഇത്രയും ഫുഡ് മതിയാവില്ല എന്ന് തോന്നുന്നവർ ഈ ഡയറ്റ് സ്കിപ്പ് ചെയ്യുക. പക്ഷേ ഇതിൽ അത്യാവശ്യം ഒരു ഹ്യൂമൻ ബോഡിക്ക് വേണ്ട എല്ലാ ന്യൂട്രീഷനും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാനാണ്. സോ ഈ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഭക്ഷണങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യും എന്നുള്ളത് താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കി നോക്കൂ, ഞാൻ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഷോർട്ട് വീഡിയോസായിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് തന്നെ ഇട്ടിട്ടുണ്ട്. ഇതിലും കവിഞ്ഞ് എങ്ങനെയാണ് ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക? ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, ഇൻ ബിറ്റ്വീൻ സ്നാക്കിങ് ചെയ്യാതിരിക്കുക. ഇടയ്ക്ക് ഒരു 3.5 hours ഓഫ് മിനിമം 3.5 മണിക്കൂർ ഗ്യാപ്പ് കൊടുത്തുകൊണ്ട് നിങ്ങൾ ഭക്ഷണം എടുക്കുകയാണ്. എന്നിട്ടൊരു ഹെൽത്തി ഹാബിറ്റിലോട്ട്, ഒരു ഹെൽത്തി ഡയറ്റിലോട്ട്, ഒരു ഡിസിപ്ലിൻ ലൈഫ് സ്റ്റൈലിലോട്ട് വരുവാണെങ്കിൽ നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റുന്ന വെയിറ്റ് ഏകദേശം, നിങ്ങൾ ഈ ഡയറ്റ് ഒരു 10 ദിവസം എടുക്കുകയാണെങ്കിൽ, നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലിലോട്ട് സ്വിച്ച് ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ, ഇനഫ് എക്സസൈസും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റുന്നത് ഒരു 5 കിലോ വരെയാണ്. നിങ്ങൾ പ്രൈവറ്റായിട്ട് ക്ലാസ് എടുക്കുന്ന ആളല്ലേ, അപ്പോൾ ഈ ഡയറ്റ് പ്ലാനും വർക്കൗട്ട് പ്ലാനും ഒക്കെ നിങ്ങൾ യൂട്യൂബിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലയൻറ്റ്സ് കുറയില്ലേ എന്ന് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. യെസ്, ഞാൻ പ്രൈവറ്റായിട്ട് ക്ലാസ് എടുക്കുന്ന ആളാണ്, പക്ഷെ അങ്ങനെ വാരി വലിച്ച് ക്ലയൻറ്റ്സിന് ക്ലാസ് എടുക്കാറില്ല. പിന്നെ ഞാൻ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഗ്രാറ്റിറ്റ്യൂഡ്, എന്നെ ഞാനാക്കിയ എൻ്റെ ചാനലിനോട് ഞാൻ കാണിക്കുന്ന ഗ്രാറ്റിറ്റ്യൂഡ്. അപ്പോൾ താങ്ക് യു, നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന് കൂടുതൽ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ വളർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് ഡെഫിനറ്റ് ആയിട്ടുണ്ടായിരിക്കും. ഹെൽത്തി ഹാബിറ്റ്സ് മാത്രമേ ഞാനിവിടെ പഠിപ്പിക്കുന്നുള്ളൂ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. രാവിലെ എണീറ്റ ഉടനെ ഒരു ചായയും കോഫിയും കുടിച്ച് ദിവസം തുടങ്ങുന്നവരാണെങ്കിൽ അത് നിങ്ങൾ തീർച്ചയായിട്ടും മാറ്റണം. നിങ്ങളൊരു വെയിറ്റ് ലോസ് ഡ്രിങ്കിലോട്ട് മാറണം. വെയിറ്റ് ലോസ് ഡ്രിങ്ക് ഞാൻ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, അതെങ്ങനെ പ്രിപ്പയർ ചെയ്യും എന്നുള്ളത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 8:30 ബ്രേക്ക്ഫാസ്റ്റ് എടുക്കണം. അതിന് മുൻപ് നിങ്ങൾക്ക് സാധിക്കുവാണെങ്കിൽ കുറച്ച് സമയം വർക്കൗട്ട് ചെയ്യണം. ഏത് വർക്കൗട്ട് ചെയ്യണം എന്നുള്ളതും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ദിവസേന രാവിലെ ഒരു 1/2 മണിക്കൂർ 1 മണിക്കൂർ ഒരു ഫിസിക്കൽ എക്സസൈസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇപ്പോഴും ഫ്യൂച്ചറിലും നല്ല ബെനിഫിറ്റ് തരും, 100%. അതിനൊരു ലിവിങ് എക്സാമ്പിൾ ഞാൻ തന്നെയാണ്. ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലിലോട്ട് നിങ്ങൾ സ്വിച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബോഡിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കണ്ട് നിങ്ങൾ തന്നെ അത്ഭുതപ്പെടും. എൻ്റെ ഈ ഒരു വോയിസ് ഇത്രയും എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല, ഇത് ലാഗ് ആവുന്നു എന്നൊക്കെ പറയുന്നവർ ഇത് കാണാതിരിക്കുക കേട്ടോ, അത് അവരുടെ ചോയ്സാണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിലോട്ട് കിടക്കുവാണ് കേട്ടോ. 8:30 ബ്രേക്ക്ഫാസ്റ്റ് എടുക്കേണ്ടത്. 8:30 ബ്രേക്ക്ഫാസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഒരു പ്രോട്ടീൻ ദോശ അല്ലെങ്കിൽ ഒരു ഓട്സ് റാഗി ദോശ. അതിലും ഇനഫ് പ്രോട്ടീൻ ഉണ്ട്. അതെങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഓട്സും റാഗിയും പൗഡർ ഫോമിലെടുത്ത് മിക്സ് ചെയ്യുക, സോൾട്ട് ആഡ് ചെയ്യുക, ദോശ ഉണ്ടാക്കുക, അത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ. കുറച്ച് വെജിറ്റബിൾസ് അതിൽ ആഡ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഒരു കറി എടുക്കാം, ദോശ കഴിക്കാൻ മാത്രം കുറച്ച് കറി എന്തെങ്കിലും എടുക്കാം. നിങ്ങൾക്ക് പൊട്ടറ്റോ, കപ്പ, ചക്ക തുടങ്ങിയ സ്റ്റാർച്ചി ആയിട്ടുള്ള വെജിറ്റബിൾസ് ഉപയോഗിക്കാതെ എന്ത് കറി വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. മോര് കറി എടുക്കാം, സാമ്പാർ എടുക്കാം, എനിത്തിങ്. ഇതൊന്നും അല്ലെങ്കിൽ കടലക്കറി എടുക്കാം, പരിപ്പ് കറി എടുക്കാം, പയർ കറി എടുക്കാം, എന്ത് വേണമെങ്കിലും എടുക്കാം. പക്ഷേ അതിൻ്റെ ക്വാണ്ടിറ്റി ലിമിറ്റ് ചെയ്യണം. അതാണ് ഞാൻ കാണിച്ച പിക്ചറിൽ കാണിച്ചിരിക്കുന്ന ക്വാണ്ടിറ്റിയാണ് ശ്രദ്ധിക്കേണ്ടത്. ആൻഡ് അതോടൊപ്പം ഒരു എഗ്ഗ് കൂടി നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഒരു എഗ്ഗ്, ഒരു ദോശ, ഒരു ഇച്ചിരി പരിപ്പോ പയറോ കറി എടുത്താൽ ബ്രേക്ക്ഫാസ്റ്റായി. ഇനഫ് ന്യൂട്രീഷൻ ഫിൽ ചെയ്തുകൊണ്ട് ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് നട്ട്സ് ആൻഡ് സീഡ്സ് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. നട്ട്സ് ആൻഡ് സീഡ്സ് എടുക്കാൻ നിങ്ങൾ പ്രിപ്പയർ ആണെങ്കിൽ 8 ബദാം, 10 പീനട്ട്, 1 ടീസ്പൂൺ സൺഫ്ലവർ സീഡ്സ്, 1 ടീസ്പൂൺ പംകിൻ സീഡ്സ്. അതിനുശേഷം വലിയൊരു ടൈം ഗ്യാപ്പ് കൊടുക്കുക. ഈ സമയത്തൊക്കെ നിങ്ങൾ വെള്ളം കുടിക്കണം. ഒരു ദിവസം നിങ്ങളുടെ ബോഡിക്ക് ഏകദേശം വേണ്ടത് ഒരു 3 ലിറ്റർ വെള്ളം. അത് ഒരു 6 മണിക്ക് മുൻപ് ഒരു 2.5 ലിറ്റർ വെള്ളം കുടിച്ച് അവസാനിപ്പിച്ചേക്കുക. അതൊക്കെ എല്ലാ വീഡിയോയിലും ഇങ്ങനെ തന്നെയാണ് കേട്ടോ, ഇതിനൊന്നും ഒരു മാറ്റമില്ല. 2.5 ലിറ്റർ വെള്ളം വൈകുന്നേരം 6 മണിക്ക് മുൻപ് കുടിച്ച് അവസാനിപ്പിക്കുക. പിന്നെ ദാഹിക്കുന്നുണ്ടെങ്കിൽ ബാക്കി വെള്ളം കൂടി കുടിച്ചേക്കുക. സോ അത്രയേ ഉള്ളൂ. ലഞ്ചായിട്ട് എടുക്കുന്നത് 100 ഗ്രാം റൈസാണ്. അതിൻ്റെ കൂടെ ഫിഷ് കറിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വെജിറ്റബിൾ കറി എടുക്കാം, നേരത്തെ പറഞ്ഞ ഏത് കറി വേണമെങ്കിൽ എടുക്കാം. സാമ്പാർ എടുക്കാം, പരിപ്പ് എടുക്കാം, മോര് കറി എടുക്കാം, കടലക്കറി എടുക്കാം, പയർ കറി എടുക്കാം, വട്ടെവർ എന്താണോ നിങ്ങളുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ട് ഹോം മെയ്ഡ് ഫുഡായിരിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആ കറി എടുക്കുക. അതിൻ്റെ കൂടെ ഒരു ഗ്രീൻ കളറിലുള്ള ഒരു വെജിറ്റബിൾസിൻ്റെ മിക്സ്ചർ ആണെങ്കിൽ, ഇപ്പോൾ ക്യാബേജ്, നിങ്ങൾക്ക് തൈറോയ്ഡ് ഇഷ്യൂസ് ഇല്ലെങ്കിൽ ക്യാബേജ് ഇൻക്ലൂഡ് ചെയ്യാം, ബ്രക്കോളി ഇൻക്ലൂഡ് ചെയ്യാം,
കോളിഫ്ലവർ ഇൻക്ലൂഡ് ചെയ്യാം, ബീൻസ്, ഗ്രീൻ ബീൻസ് സൂപ്പർ ഫുഡാണ്. ഗ്രീൻ ബീൻസ് നമ്മുടെ ചൈനീസ് ഭക്ഷണങ്ങളിൽ ഉപയോഗിക്കുന്ന ഗ്രീൻ ബീൻസ് ഉപയോഗിക്കാം. ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ലൈക്ക് സ്പിനച്ച് പോലെ, അല്ലെങ്കിൽ നമ്മുടെ ചീര പോലെ, അല്ലെങ്കിൽ നമ്മുടെ മുരിങ്ങയില പോലെ, എന്താണെങ്കിലും ഒരു സൈഡ് ഡിഷ് ഇതുപോലെ കുറച്ചധികം ക്വാണ്ടിറ്റി ഇരുന്നുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല, അതെടുക്കാം. അതിൽ ഓവർ ഓയിലൊന്നും ഇട്ടിട്ട് മിക്സ് ചെയ്യാതെ ലൈറ്റായിട്ട് ഓയിൽ മാത്രം ചെയ്തുകൊണ്ട് ഇങ്ങനെ എടുക്കുക, ഈ ഒരു ഭക്ഷണം ഉണ്ടാക്കിയെടുക്കുക. പിന്നെ അതിൻ്റെ സൈഡിൽ ഒരു സാലഡ് കൂടി വേണം. സാലഡ് ഞാൻ കാണിച്ചിരിക്കുന്നത് റെപ്രസെൻറ്റേഷനാണ്. ടൊമാറ്റോയും ക്യാരറ്റും മാത്രമേ ഞാൻ അതിലിട്ടിട്ടുള്ളൂ. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ചെറുപയർ മുളപ്പിച്ചത് ആഡ് ചെയ്യാം, കുറച്ച് അണിയൻ ആഡ് ചെയ്യാം, ടൊമാറ്റോ ആഡ് ചെയ്യാം, കുക്കുംബർ ആഡ് ചെയ്യാം, ക്യാരറ്റ് ആഡ് ചെയ്യാം, ക്യാപ്സിക്കം ആഡ് ചെയ്യാം. കളർഫുള്ളാക്കി എടുത്തേക്കുക. കളർഫുള്ളായിട്ടുള്ള കുറച്ച് വെജിറ്റബിൾസ്, കുറച്ച് സോൾട്ട് സ്പ്രിങ്കിൾ ചെയ്തിട്ട് കുറച്ച് പെപ്പർ കൂടി ആഡ് ചെയ്താൽ കിടു. ഒരു നാരങ്ങ കൂടി പിഴിഞ്ഞു വെച്ചാൽ അടിപൊളി. സോ അങ്ങനെ നിങ്ങൾക്ക് കുറച്ച് സാലഡ് കൂടി ഇതിൻ്റെ സൈഡിലെടുക്കാം. നീ ഫുഡൊന്ന് കണ്ടിട്ട് പറഞ്ഞ ഇതിൽ എന്താണ് കുറവുള്ളത്? അത്രയും നല്ല ഫില്ലിങ് തരുന്ന ഭക്ഷണമല്ലേ. പക്ഷേ ഇതെനിക്ക് ഒരു തവി ചോറ് പോയാൽ 2 തവി കഴിക്കണം, കുറച്ച് വയറ് നിറയുന്ന പോലെ കഴിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡയറ്റ് ചെയ്യാതിരിക്കും, നിങ്ങൾ ആ വെയിറ്റും വെച്ച് ജീവിക്കും. നിങ്ങൾ ഹാപ്പി ആയിരിക്കണം എന്നേ ഉള്ളൂ. നിങ്ങളുടെ വെയിറ്റും നിങ്ങളുടെ മെഡിക്കൽ റിപ്പോർട്ട്സും ഒക്കെ ഓക്കെ ആണെങ്കിൽ നിങ്ങളും ഓക്കെയാണ്, നോ വറീസ്. വെയിറ്റ് നമ്മൾ കുറയ്ക്കേണ്ടത് നമുക്ക് കുറയ്ക്കണം എന്ന ആഗ്രഹം തോന്നുമ്പോഴാണ്. നാട്ടുകാരുടെ അഡ്വൈസ് വേണ്ട, ആൻഡ് അവരുടെ മെഡിക്കൽ റിപ്പോർട്ട് പെർഫെക്റ്റ് ആയിരിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ ടോട്ടൽ കാലറി, അപ്പോൾ ചോറ്, ഫിഷ് കറി, ഒരു ഗ്രീൻ ലീഫി വെജിറ്റബിൾ സൈഡ് ഡിഷ് ആൻഡ് ഒരു സാലഡ് നിങ്ങൾ എടുക്കുവാണെങ്കിൽ ഏകദേശം ഈ ഒരു പ്ലേറ്റിൻ്റെ കാലറി വന്നിരിക്കുന്നത് 450 കാലറിയാണ്. എത്ര കാലറി കുറച്ചിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്? എത്ര ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലേറ്റാണ് എടുത്തിരിക്കുന്നത്? രാവിലെ നമ്മൾ എടുത്തിരിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെയൊക്കെ എടുക്കുകയാണെങ്കിൽ 320 കാലറിയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, 350 കാലറി വന്നു എന്ന് വയ്ക്കും. ഇനി കുറച്ച് കൂടിയാലും ഒരു 400 കാലറി വന്നാലും നട്ട്സ് ആൻഡ് സീഡ്സ് ഒക്കെ കൂടുമ്പോൾ ഒരു 10-400 കാലറിയിൽ നമ്മൾ കഴിച്ചാലും അത് നല്ല ഫില്ലിംഗ് തരുന്നൊരു ഭക്ഷണമാണ്. HDL കൊളസ്ട്രോൾ, പ്രോട്ടീൻ, ഓൾ ദ അതർ ന്യൂട്രിയൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഡയറ്റ് എടുക്കുന്നത്. വൈറ്റമിൻ K ഉൾപ്പെടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഡയറ്റ് ചെയ്യുന്നത്. എന്തൊക്കെ ന്യൂട്രീഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന് കറക്റ്റായിട്ട് എടുത്ത് പറയാൻ കൂടി ഈ വീഡിയോ അനുവദിക്കില്ല. അപ്പോൾ ഒരുപാട് ലാഗ് അടിക്കും നിങ്ങൾക്ക്. അതുകൊണ്ടാണ് ഇത് ക്വിക്കായിട്ട് പറഞ്ഞു പോകുന്നത് കേട്ടോ. ഇനി നമ്മൾ ഓരോ ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു. ഇനി നിങ്ങൾക്ക് 4 മണിക്ക് ഒരു ഗ്രീൻ ടീ കുടിച്ചേ പറ്റൂ എന്ന് തോന്നുകയാണെങ്കിൽ എടുക്കൂ, ഗ്രീൻ ടീ എടുത്തോളൂ, ബ്ലാക്ക് കോഫി എടുത്തോളൂ, നോർമൽ ടീ, ബ്ലാക്ക് ടീ എടുത്തേക്കൂ. അതിൽ വേറൊന്നും മിക്സ് ചെയ്യാതിരുന്നാൽ മതി. ജസ്റ്റ് ഗ്രീൻ ടീ, ജസ്റ്റ് ബ്ലാക്ക് കോഫി, ബ്ലാക്ക് ടീ, എനിത്തിങ് 3 വരെ ഒരു ദിവസം നിങ്ങൾക്ക് കുടിക്കാം. അതിന് പ്രത്യേകിച്ചൊരു കാലറി ഇല്ല. ഇനി അതിൽ ഇപ്പോൾ നമ്മൾ പറയില്ലേ എന്തെങ്കിലുമൊക്കെ ഫ്രാഗ്രൻസ് ഉള്ളതാണ്, അല്ലെങ്കിൽ എന്താ പറയുക ലൈക്ക് തുളസി ആഡ് ചെയ്തതാണ്, അങ്ങനെയൊക്കെ ആഡ് ചെയ്താൽ പോലും ഒരു ഗ്രീൻ ടീക്ക് മാക്സിമം ഒരു 2 കാലറി വന്നെങ്കിലായി. മാക്സിമം 2 കാലറി വരെ മാത്രമേ നിങ്ങൾ പാലും പഞ്ചസാരയും ചേർക്കാതെ വരുന്ന ഒരു ടീക്ക് വരുന്നുള്ളൂ. അതവിടെ വലിയ എഫക്റ്റ് ഒന്നും വരുത്തുന്നില്ല. ദർ ഇസ് നോ ചേഞ്ചസ് ഇൻ കാലറി. പക്ഷേ വൈകുന്നേരം വരെ നമ്മൾ വളരെ സ്ട്രിക്റ്റായിട്ട് ഡയറ്റ് ഫോളോ ചെയ്തിട്ട് രാത്രി 6 മണിക്ക് ശേഷം തട്ടുകടയിൽ നിന്ന് ഭക്ഷണം വാങ്ങിച്ച് കഴിച്ചിട്ട് നിങ്ങൾ ഡയറ്റിലായിരുന്നു എന്നിട്ട് എന്ത് വെയിറ്റ് കുറഞ്ഞില്ല എന്നുള്ളത് പറയരുത്. ഓക്കെ, 6 മണി വരെ അല്ല ഡയറ്റ്, അത് കഴിഞ്ഞിട്ടും ഉണ്ട് ഡയറ്റ്. സോ ഹെൽത്തി ലൈഫ് സ്റ്റൈലിലോട്ട് നിങ്ങൾ സ്വിച്ച് ചെയ്യുമ്പോൾ മിനിമം 1 മന്ത് നിങ്ങളത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യും. അതിനുശേഷം നിങ്ങൾക്കത് പ്രാക്ടീസ് ആയിക്കോളും, ഹാബിറ്റ് ആയിക്കോളും. ബോഡിയിൽ അത്രയും ബ്യൂട്ടിഫുൾ ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ നിങ്ങൾ അതിന് അഡിക്റ്റ് ആവും. ഐ അഷ്യൂർ ദാറ്റ് അത് നിങ്ങൾ അഡിക്റ്റ് ആവും. കാരണം സ്കിന്ന് ക്ലെൻസ്ഡ് ആവും, ബ്യൂട്ടി എൻഹാൻസ്ഡ് ആവും, ബോഡിയിൽ നല്ല കേർവ്സും ഷേപ്പും ഒക്കെ വരും. അപ്പോൾ ആരാണ് പിന്നെ അത് വേണ്ടെന്ന് ആഗ്രഹിക്കുക? ആരാണ് ഇതൊന്നും ആഗ്രഹിക്കാത്തത്? സോ നിങ്ങളത് തീർച്ചയായിട്ടും ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബോഡിയിൽ വിസിബിൾ ആയിട്ടുള്ള ചേഞ്ചസും കാണാൻ സാധിക്കും. സോ ഞാൻ പറഞ്ഞു വന്നത്, ഡിന്നർ എടുക്കുന്നത് ഒന്നുകിൽ നിങ്ങൾക്ക് ചിക്കൻ സൂപ്പ് എടുക്കാം. എന്നും ചിക്കൻ സൂപ്പ് നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഓട്സ് റാഗി സൂപ്പ് എടുക്കാം. ആഴ്ചയിൽ 3 ദിവസം ചിക്കൻ സൂപ്പ് എടുക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. നമ്മൾ ഡയറ്റിലിരിക്കുമ്പോൾ ഇതേപോലെ ചിക്കൻ എന്ന് പറയുന്നത് പ്രോട്ടീനാണ്. ചിക്കൻ ബ്രസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട്, ബോൺലെസ് ഉപയോഗിച്ചുകൊണ്ട്, ഞാനൊക്കെ ബോൺ ഇട്ടിട്ടാണ് കഴിക്കുക. എനിക്ക് ബോണിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ്. സോ ബോൺ ഇട്ടിട്ട് സൂപ്പ് കഴിക്കാം, ബോൺലെസ് സൂപ്പ് കഴിക്കാം. ആൻഡ് ചിക്കൻ സൂപ്പ് അല്ലാതെ പിന്നെ എന്താണ് ഓപ്ഷൻ? റാഗി സൂപ്പ് കഴിക്കാം. ഇനി അതല്ലെങ്കിൽ ജസ്റ്റ് ക്ലിയർ വെജിറ്റബിൾ സൂപ്പ് കഴിക്കാം. എന്നാണെങ്കിലും നൈറ്റ് ഒരു സൂപ്പ് കഴിക്കുക. സൂപ്പിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കൂട്ടിയെടുക്കുക. ഒരു 200-250 ml സൂപ്പ് എടുത്താലും വലിയ ചേഞ്ചസ് ഒന്നും വരത്തില്ല. നമുക്ക് 1000 ബിലോ കാലറിയിൽ അത് ലിമിറ്റ് ചെയ്യാൻ സാധിക്കും. ഇനഫ് ന്യൂട്രീഷൻ കഴിച്ച് സാറ്റിസ്ഫാക്ഷനോട് കൂടി ഈവനിങ് വർക്കൗട്ട് കൂടി ഒരു 1 hour മാക്സിമം ചെയ്യുക. എന്നിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങുക. സ്ലീപ്പ് ഈസ് ഓൾസോ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ യുവർ വെയ്റ്റ് റിഡക്ഷൻ. സീരിയസ്ലി അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ രാത്രി കുറേ സമയം ഉറങ്ങാതിരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കണ്ണിന് താഴെ കറുപ്പ് നിറം വരുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മുടി കൊഴിയുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സ്കിൻ ചുളിയുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഓർഗൻസിനെയും അത് കറക്റ്റായിട്ട് ബാധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക.
സോ ടെൻഷൻ ഫ്രീ ലൈഫ് ഈസ് ഓൾസോ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ വെയിറ്റ് റിഡക്ഷൻ. നേരത്തെ പറഞ്ഞത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു, അത്രയേ ഉള്ളൂ. ഇനി ചിലർക്ക് വെയിറ്റ് കുറയുന്നില്ല എന്ന് പറയുന്നവർ, ഡയബറ്റിക് കണ്ടീഷൻ ഉള്ളവർ, വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ളവർ, തൈറോയിഡ്, PCOD PCOS ഉള്ളവർ, ഹൈ കൊളസ്ട്രോൾ ഉള്ളവർ, കോർട്ടിസോൾ ലെവൽ വെരി ഹൈ ആയിട്ടുള്ളവർ, ആൻറ്റി ഡിപ്രസൻസ് എടുക്കുന്നവർ, ആൻഡ് സ്റ്റിറോയിഡ് എടുക്കുന്നവർ തുടങ്ങിയവർക്ക് കൂടി വെയിറ്റ് റിഡക്ഷൻ്റെ തോത് കുറയാനുള്ള സാധ്യത ഉണ്ട്. ആൻഡ് നിങ്ങൾക്ക് എൻ്റെ പ്രൈവറ്റ് ക്ലാസ് ജോയിൻ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ഇൻസ്റ്റഗ്രാം ID, ഇതിലോട്ട് മെസ്സേജ് ഇട്ടാൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഇനി നിങ്ങൾക്ക് എന്ത് വീഡിയോ ആണ് ആവശ്യം എന്നുള്ളത് താഴെ കമൻറ്റ് ഇടാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് കമൻറ്റ് ഇടാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുവരെ ലവ് യു ആൻഡ് താങ്ക് യു.